പാലക്കാട് നഗരത്തോട് ചേർന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്പോർട്സ് ഹബ്ബ് നിർമ്മിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചാത്തൻകുളങ്ങര ദേവീക്ഷേത്ര ട്രസ്റ്റിന്റെ 21 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. സ്പോർട്സ് ഹബ്ബ് നിർമ്മാണം ജനുവരിയിൽ ആരംഭിക്കും. പ്രകൃതി സൗന്ദര്യത്താൽ മനോഹരമായ അകത്തേത്തറയിൽ രഞ്ജി ട്രോഫിയും എ ക്ലാസ് ക്രിക്കറ്റ് മത്സരങ്ങളും സംഘടിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ അത്യാധുനിക നിലവാരമുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ നിർമ്മിക്കുന്നത്. മലബാർ ദേവസ്വത്തിനു കീഴിലുള്ള അകത്തേത്തറ ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രം ട്രസ്റ്റിന്റെ 21 ഏക്കറിലാണ് സ്പോർട്സ് ഹബ്ബ് നിർമ്മാണമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. നമ്മളിതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം മാത്രമായിട്ടല്ല വിഭാവനം ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ട് 21 ഏക്കർ സ്ഥലമുണ്ട്. നമുക്ക് അവിടെ ബാക്കി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ക്ഷേത്രത്തിനും ബാക്കി പാലക്കാടുള്ള സ്പോർട്സിൻ്റെ വികസനത്തിനും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ടും അതിനുള്ള അനുബന്ധ സൗകര്യങ്ങൾ, ഇൻഡോർ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂളും അതുള്ള ഫെസിലിറ്റിയും, രണ്ടാമത്തെ സ്റ്റേജിൽ ബാക്കിയുള്ള മൾട്ടി സ്പോർട്സിൻ്റെ ഫെസിലിറ്റിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 33 വർഷത്തേക്കാണ് സ്ഥലം പാട്ടത്തിന് നൽകിയിട്ടുള്ളത്. ഇതിലൂടെ പ്രതിവർഷം 21,35,000 രൂപ ദേവസ്വത്തിന് വരുമാനമായി ലഭിക്കും. ചാത്തൻകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെയും ക്രിക്കറ്റ് അസോസിയേഷന്റെയും പേരിലാകും സ്റ്റേഡിയം നിർമ്മിക്കുക. ചാത്തൻകുളങ്ങര ദേവസ്വത്തിൻ്റെ ഭൂമി KCAക്ക് 33 വർഷത്തെ പാട്ടത്തിന് നൽകുകയാണ്. ഒരു വർഷം ഏതാണ്ട് 21 ലക്ഷത്തിലധികം രൂപ പാട്ടമായി ഈ ക്ഷേത്രത്തിന് ലഭിക്കുന്ന നിലയിലാണിപ്പോൾ ധാരണയായിട്ടുള്ളത്. ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും മലബാർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ നേട്ടമാണ്. ആദ്യഘട്ട നിർമ്മാണം 2026-ലും രണ്ടാം ഘട്ടം 2027 ഏപ്രിലിലും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്പോർട്സ് ഹബിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ജില്ലയിലെ കായിക മേഖലയ്ക്ക് വൻ നേട്ടമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, പാലക്കാട്.